വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ്. ഇതിനുള്ള ഒരു 8 ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഒരു പെൺകുട്ടിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളോട് വന്നിട്ട് സംസാരിക്കുക എന്നതാണ്. ഫ്രണ്ട്ലി ടോക്ക്. എപ്പോഴും നിങ്ങളോട് വന്നിട്ട് വായി തോന്നുന്നു എല്ലാം വിളിച്ചിങ്ങനെ കൂവിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇവൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെറുതെ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വെറും 2 ആഴ്ചത്തെ പരിചയം മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും ആ ഒരു പെൺകുട്ടി വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാനും ഇവളുമായിട്ട് ഏകദേശം 5 വർഷത്തെ പഴക്കമുണ്ട്, ആ ഒരു രീതിയിലാണല്ലോ ഇവൾ എന്നോട് സംസാരിക്കുന്നതെന്ന്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടച്ചിങ്സ് ആണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി സംസാരിക്കുന്ന സമയത്ത് മാക്സിമം അവളെ നിങ്ങളെ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തമാശ പറയുമ്പോഴത്തേക്ക് നിങ്ങളെ നുള്ളുക, പിച്ചുക, കടിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്നിരുന്നാൽ പോലും ഒരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നുള്ളി പിടിക്കുക, അല്ലെങ്കിൽ പിച്ച് അങ്ങോട്ട് വലിച്ചു പറിച്ചെടുക്കുക, കടിക്കുക, നിങ്ങളുടെ കവിളി പിടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ ചെയ്യുന്ന കോളേജിലുള്ള കുട്ടികളായിരിക്കും. കാരണം അവരിങ്ങനെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാടാ, നിന്റെ കൈയൊക്കെ ഒന്ന് കാണിച്ച് എന്ത് സോഫ്റ്റാ അല്ലെങ്കിൽ എന്ത് ഹാർഡാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തൊക്കെ അവരെ തൊടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ തൊടുന്നത് അവർക്ക് നിങ്ങളുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലോസ് ആയിട്ട് വരിക എന്നതാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടാൽ പോലും ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്, എന്നിട്ട് നിങ്ങളുടെ കഴുത്തിൽ ടാഗ് ഉണ്ടെങ്കിൽ അത് ഈ പിടിച്ചുകൊണ്ട് നിന്ന് സംസാരിക്കുക. നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങി നിന്നാലും അവൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് കയറി വരികയാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും വളരെ ക്ലോസ് ആയിട്ട് വന്ന് നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുക എന്നതാണ്. അതായത് നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അവൾ ഭയങ്കര ആകാംക്ഷയോടെ, ഭയങ്കര ഇൻട്രസ്റ്റോടെ അത് കേട്ട് നിന്ന് നിങ്ങളുടെ കണ്ണിലേക്കൊക്കെ നോക്കി ചിരിച്ചോടെ അത് കേട്ട് നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങൾ അവർ മറക്കത്തുമില്ല. എല്ലാ കാര്യവും അവരിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുന്നത് ഒരു ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളത് എടുത്തിടുമ്പോഴായിരിക്കും ഇവൾ ഇത് പറയുക, നീ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ഓ ഞാനിത് ഇവളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ ഭയങ്കര ശ്രദ്ധാപൂർവ്വം കേട്ട് നിന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് എല്ലാം ചോദിച്ചറിയും. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ഭാവിയിലേക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടില്ല, നീ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് താല്പര്യമുണ്ടോ, പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യം അവൾക്ക് അറിയണോ ആ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഇവർ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചും ചോദിക്കും. ചിലപ്പോൾ അവർ പറയും, എനിക്ക് നിൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ ഒന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ അവർ പറയുന്ന അമ്മയോട് സംസാരിക്കണം എന്നായിരിക്കും. നീ ഫോൺ വിളിക്കുമ്പോൾ എനിക്കൊന്ന് തരുമോ, എനിക്ക് നിൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവർക്ക് എന്താണ് എൻ്റെ അമ്മയോട് സംസാരിക്കാനുള്ളത്? നിങ്ങൾ ചോദിക്കുകയും ചെയ്യും, നിനക്ക് എന്താണ് എൻ്റെ അമ്മയോട് പറയാനുള്ളത്? അപ്പോൾ അവൾ പറയും, വെറുതെ ചുമ്മാ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്, സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നത് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ മാക്സിമം അവർ ഓടി വന്നിട്ട് നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ അവർ നിങ്ങളോട് തന്നെ ചോദിക്കും, നീ നിൻ്റെ അമ്മയോട് എൻ്റെ പേരോ എൻ്റെ വീടോ അങ്ങനെ എന്നെക്കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ എന്നെക്കുറിച്ച് അറിയാമോ എന്നൊക്കെ അവർ ചോദിക്കും. ഇങ്ങനെയൊക്കെ അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ആ ഒരു കുട്ടിക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതാണ്. ഒരു പെൺകുട്ടി ഡെയിലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണാഞ്ഞിട്ട് വിളിക്കുന്നു, നിങ്ങളിപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ് എന്നതാണ്. നിങ്ങളുമായിട്ട് എപ്പോഴും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നിങ്ങളുടെ സൗണ്ട് കേൾക്കണം, നിങ്ങൾ എന്ത് ചെയ്യുവാണെന്നറിയണം. ഇങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് താല്പര്യമാണ് ഏത് സമയവും. അതുകൊണ്ടാണ് അവളിങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കുന്നതും വിളിക്കുകയൊക്കെ ചെയ്യുന്നത്.
ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളോട് പെരുമാറിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പേടി വരികയാണ്. ആകെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയാണ്. ഇവൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ കൈ ഫുള്ളിങ്ങനെ വിയർക്കുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്, പിന്നെ കവിളൊക്കെ ഇതാ ചുമന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നും ഇവൾ എന്തിനാണ് ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നതെന്ന്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ അടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ പേടിക്കുന്നോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വിറയ്ക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കെയറിങ് ആണ്. നിങ്ങൾക്ക് തോന്നുവാണ് ഇവൾ എന്തിനാണ് എന്നെ ഇത്രമാത്രം കെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു കെയറിങ് മനസ്സിലാവുകയാണ്. അതായത് നിങ്ങളെ കാണാഞ്ഞിട്ട് വിളിക്കണോ, നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ പുറത്ത് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യണം, ഒരുപാട് ഓവറായിട്ട് സ്പീഡിൽ പോവേണ്ട, ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവൾ എന്ത് കെയറിങ് ആണ്, ഇവൾ എന്തിനാണ് എന്നെ ഇത്രമാത്രം കെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഭയങ്കര ഓവറായിട്ട് എല്ലാ കാര്യത്തിനും നിങ്ങളോട് കെയറിങ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ അസുഖം എന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയാണ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് നീ ഫുഡ് കഴിച്ചോ, കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, റെസ്റ്റ് എടുക്കുന്നുണ്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭയങ്കര ഓവറായിട്ട് കെയറിങ് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു 8 കാര്യങ്ങളിൽ ഒരു 4 5 എണ്ണമൊക്കെ ശരിയായിട്ട് വരുവാണെങ്കിൽ അതിനർത്ഥം ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സുഹൃത്തുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.